അല്ല, ഞങ്ങൾ അങ്ങനെ പോവാണ്. വരും ചോദിക്കട്ടെ, ഇന്ന് എത്രയാണ് തീയതി? എത്രയാ? അറിഞ്ഞൂടല്ലേ? നമ്മൾ പറഞ്ഞുതരാം. 15-ാം തീയതി. അതേ മുതലാളി, അതേ മുതലാളി. സമ്മതിച്ചാ? സമ്മതിച്ചു. ഇന്നല്ലേ നിങ്ങൾ അവധി? ഓ, ഇന്നാണല്ലേ അവധി? ഞങ്ങളൊന്ന് മറന്നുപോയി മുതലാളി. ആ, മറക്കും മറക്കും. കേടോ, നിങ്ങളെ കളിമക്കളി ഞമ്മളോട് വേണ്ട. ആർക്ക് എല്ലാം കൃത്യമായി കണക്ക് പുസ്തകത്തിൽ കുത്തി വെക്കുന്നില്ലേ മുതലാളി? പുസ്തകത്തെ കുത്തിവെച്ചാൽ മതിയോ? കാര്യം നമ്മൾ കൈമേൽ വേണ്ടേ? അതെല്ലാം വരും മുതലാളി. ഞങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ജോലി കിട്ടിയാൽ മതി. നിങ്ങൾ പാട്ട് പാടാൻ തുടങ്ങിയിട്ട് മാസം എത്രയായി? കോർപ്പറേഷനിൽ എനിക്കൊരു ജോലി മണത്ത് കളിക്കുന്നുണ്ട് മുതലാളി. അതുടനെ കുടുങ്ങും. കുടുങ്ങും കുടുങ്ങും. കുടുങ്ങിയതിപ്പം ഞമ്മളാണ്. ഇത്രയും നാൾ മുതലാളി ക്ഷമിച്ചില്ലേ? ഇനി അല്പം കൂടെ ഒന്ന് ക്ഷമിക്കണം. ക്ഷമിച്ചതൊക്കെ മതി. അവധി പറ. എന്നാ അവധി? അടുത്ത 18-ാം തീയതി കൊടുക്കാന്ന് പറ. അടുത്ത 18-ാം തീയതി. അടുത്ത 18-ാം തീയതി. അല്ല, അതുവരെ ഇപ്പൊ എങ്ങനെ നമ്മൾ വീട്ടിൽ പോറ്റണം? ഏറ്റല്ല? ഏറ്റു. നിങ്ങളൊക്കെ MA ക്കാരും BA ക്കാരും ആയിപ്പോയി. എങ്ങനെയാണ് മുഖത്ത് നോക്കിയിട്ട് ചീത്ത വിളിക്കാന്ന് വിചാരിച്ചിട്ടാ? അതാ പറഞ്ഞത്. ഏത്? അല്ല, മുതലാളിക്ക് ഞങ്ങളോടുള്ള സ്നേഹം. ആ, സ്നേഹിച്ചാ മതി. ഇപ്പൊ പോയി. പിന്നെ അവധി മറക്കണ്ട. 18-ാം തീയതി. എടാ, 18-ാം തീയതി. എത്രയുണ്ടാവും പിള്ളേരെ കായ്? 19. ആരാന്റെ മക്കളെ തീറ്റി പോറ്റാനാണ് ഞമ്മളെ വിധി. ഹലാക്കിന്റെ അവരും കഴിഞ്ഞു. ഇന്നപോലെ പിടിച്ചു വെച്ചിട്ട് കായ് വാങ്ങിക്കൂടാൻ. മുഖത്ത് നോക്കിയിട്ട് മുതലാളി മുതലാളി എന്ന് വിളിക്കുമ്പോ എങ്ങനെയാണ് മുല്ലാക്ക കടുംപിടുത്തം പിടിക്കണത്? ആ, അതും നേരാ. ഞങ്ങൾക്ക് ആരെങ്കിലും അപ്പോയിന്റ്മെന്റ് ഓർഡർ വല്ലതും ഉണ്ടോ? ഇതാണോ കാര്യം? ഇതൊന്നും നിങ്ങൾക്കുള്ള ഇനി അവൻ കടന്നത് എനിക്ക് തോന്നല്ല. നീ ചുമ്മാ റീഡി. ഒരു പാക്കറ്റ് സിഗരറ്റ്. ഒരു പാക്കറ്റ് സിഗരറ്റ് ഇല്ല. അപ്പൊ ഇതെന്താ? ഇത് കാശ് തരുന്നവർക്ക് കൊടുക്കാനുള്ളതാ. അപ്പോൾ ഞങ്ങൾ കാശ് തരില്ലേ? ഇപ്പൊ തന്നെ എത്ര ബാക്കിയുണ്ട്? എല്ലാം അറിയാം. നീ ഒരു പാക്കറ്റ് അവർക്ക് കൊടു. തരാനുള്ള കാശ് എന്നിട്ട് പിന്നെ സിഗരറ്റ്. ഇപ്പൊ വേണം ഓരോ ബീഡി വെറുതെ തരാം. ആ, വാങ്ങിച്ചോ വാങ്ങിച്ചോ. എന്നാ ഒരു സിഗരറ്റെങ്കിലും എന്താ? ഇന്ന ആ, എനിക്കൊരു മറ്റവനാ. അത് തന്നെ ബീഡി ബീഡി. എല്ലായിടത്തും പുറത്തു വെക്കടാ. ഒന്ന് വേഗം. എന്റെ കെട്ടിടവും നാശമാക്കി. ആ, വേഗം. ആ, വന്നോ? എവിടെ കൂട്ടുകാരെല്ലാം? എനിക്കിന്ന് മുറി കാലി ചെയ്ത് കിട്ടണം. അല്പം കൂടി ക്ഷമിച്ചുകൂടെ? 6 മാസം വാടക ബാക്കി തരാനുണ്ട്. അറിയാലോ? അറിയാം. ഇനി എന്തോന്ന് ക്ഷമിക്കാനാ? വേറെ നല്ല നല്ല പാർട്ടികൾ എനിക്ക് ക്യൂല് നിൽപ്പുണ്ട്. വേഗം എടുത്ത് സാധനങ്ങൾ പുറത്തിട്. എന്താ എന്താ ഇത്? മുറി ഉടനെ കാലി ചെയ്യണമെന്ന്. അയ്യോ, അയ്യോ, ബഹളമൊന്നും വെക്കണ്ട. ഇല്ലെങ്കിലേ ഞാൻ സാധനം എടുത്ത് റോട്ടിലിടും. അത്രയ്ക്ക് ധൈര്യം ഉണ്ടോ? എങ്കിലും ഒന്ന് കാണട്ടെ. ഏത് സമയത്തും ഇടിഞ്ഞു പോഞ്ഞ് തലയിൽ വീഴാവുന്ന ഈ കെട്ടിടം മനുഷ്യജീവികൾക്ക് വാടകയ്ക്ക് കൊടുത്തതെന്ന് ഈ സ്ത്രീയുടെ പേരിൽ സിവിലായും ക്രിമിനലായും നമുക്ക് നടപടിയെടുക്കാം. വകുപ്പുണ്ട്, അറിയാമോ? എന്താ പറഞ്ഞത്? 6 മാസം വാടക തരാത്തത് പോരാ, എന്റെ പേരിൽ കേസ് കൊടുക്കുന്നു. അതെ, കാണിച്ചു തരാം. അതൊന്നും വേണ്ട രവി. നല്ല ഹൃദയമുള്ള ഒരു സ്ത്രീയാണിവര്. 6 മാസമായി നമ്മൾ വാടക കൊടുത്തിട്ട്, എന്നിട്ട് അവർ കാത്തിരുന്നില്ലേ? ഇനിയും എത്ര വേണമെങ്കിലും കാത്തിരിക്കും. അതിനടിക്കാണ്ട് ഒരു കേസ്. അയ്യോ, ഇവരെ കൊണ്ട് ഞാൻ തോറ്റു. ഒന്ന് പറഞ്ഞോട്ടെ. എന്താ? ഒന്ന് വേണ്ട, പറഞ്ഞതൊക്കെ മതി. വേണ്ട. ഒന്ന് വരൂ പ്ലീസ്. എന്തിനാ? പ്ലീസ്. എന്താ? രവിക്ക് അടുത്ത ആഴ്ച കോർപ്പറേഷനിലാണ് ജോലി കിട്ടുന്നത്. ഈ വാടകയെല്ലാം കണക്കാക്കുകയും പിരിക്കുകയും ചെയ്യുന്ന സെക്ഷനിൽ. നേരോ? അതെ, അവനെ പിണക്കിയാൽ ചിലപ്പോൾ ഈ കെട്ടിടമേ പൊളിച്ചു മാറ്റാൻ ഓർഡർ ഉണ്ടാക്കും. അയ്യോ, അത് വേണ്ട. അതാ അവൻ അങ്ങനെ പറഞ്ഞിട്ട് പോയത്. അല്പം കൂടി ക്ഷമിക്കൂ. ജോലി കിട്ടിയ ഉടൻ വാടക മുഴുവൻ ഞങ്ങൾ തന്നേക്കാം. രാജിവെച്ചല്ലോ. ഞാൻ ഏറ്റുന്നു. എന്നാ ഈ കെട്ടിടത്തിന് കുഴപ്പമൊന്നും ഉണ്ടാക്കരുതെന്ന് ഒന്ന് അവനോട് പറഞ്ഞേക്കണേ. നിങ്ങൾ തന്നെ പറഞ്ഞേക്ക്, അതാ നല്ലത്.
ഞാൻ ചുമ്മാ പറഞ്ഞതാ, ഒന്നും വിചാരിക്കരുതേ. ഓ സാരില്ല. വാടക അതെല്ലാം ഞങ്ങൾ തരും. എന്നാ ഞാൻ വരട്ടെ. വരട്ടെ. ഏറ്റു ഗുരുവിന്റെ പരിപാടി ഏറ്റു. ഇനി കുറച്ചു കാലത്തേക്ക് ഇവരുടെ ശല്യം നമുക്കില്ല. ഇങ്ങനെ എത്ര കാലത്തേക്കാ? ജോലി കിട്ടുന്നവർ അല്ലേ ഗുരു? എന്നാലും എം എക്കാരും ബി എക്കാരുമായി നമ്മൾ ഇവരുടെയൊക്കെ മുന്നിൽ ഇങ്ങനെ മുട്ടുകുത്തേണ്ടി വന്നല്ലോ. ലജ്ജാവഹം. പ്രേമിക്കാൻ ഒരു പെണ്ണെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ ദുരിതമൊക്കെ അനുഭവിക്കാൻ രസമുണ്ടായിരുന്നില്ലേ? ഈ നാട്ടിൽ അതിനെ പറ്റിയ ഒരു പെണ്ണിനെ പോലും കാണാനില്ലല്ലോ. ഓ തലവിധി. എന്താ കിട്ടും? കാറ്റ് പോയി. ദാ, ആ കടയിൽ പമ്പ് കാണും. ഞാൻ പോയി നോക്കിട്ട് വരാൻ പറ്റേ. പ്രേമിക്കാൻ ഒരു പെണ്ണുണ്ടായിരുന്നെങ്കിൽ പറഞ്ഞ് നാക്കെടുത്തില്ല. കിടക്കുന്നു രണ്ടെണ്ണം. പിടിച്ചോണ്ട് വന്ന ദൈവം നമ്മുടെ മുമ്പിൽ ഇറങ്ങി തന്നിരിക്കില്ലേ? വന്നോ വന്നോ. മാറി നിൽക്കണോ? ഹലോ, മേ ഹെൽപ് യു? താങ്ക് യു. എവിടുന്ന് വന്നതായി ദ്രോഹി? നമുക്ക് പോയി ഹെൽപ്പ് ചെയ്യാം. നിക്കട അങ്ങനെ എന്താ? എന്ത് പറ്റി? എവിടെ? ഒരല്പം റൊമാൻസ്. ഗുരു വരുന്നു. അയ്യോ ഞാനില്ല. ഗുരു വന്നാൽ നമുക്ക് കൊമ്പയെ കരക്കെടുക്കാം. എന്നെ പെമ്പിള്ളേര് ഇങ്ങോട്ട് വന്ന് കറക്കിയെടുക്കണം. തൽക്കാലം ശിഷ്യന്മാര് പോണം. ഗുരു വരാൻ നമുക്ക് നല്ല ഞാൻ പോണേ. എനിക്ക്